മൈതാനിയിൽ ഭൂകമ്പമാണ്. ഭൂകമ്പം അറഫാ മൈതാനിയിൽ പൊട്ടിവരുമ്പോ ജപ്പാനിലെ ഭൂകമ്പം പോലെയല്ല. ജപ്പാനിലെ ഭൂകമ്പം ഉണ്ടായപ്പോൾ വെളിയിലോട്ട് വന്നത് തിളച്ചു മറിഞ്ഞ ലാവയാണ്. ലാത്തൂരിൽ ഭൂകമ്പം ഉണ്ടായപ്പോ ഭൂമിക്കുള്ളിൽ തിളച്ചു മറിയുന്ന ലാവയാണ് വന്നത്. പക്ഷേ അറഫയുണ്ടല്ലോ, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ വേദിയായ അറഫ, ഹജ്ജിന്റെ നിൽപ്പിന്റെ വേദിയായ അറഫ, എല്ലാവരും തിരിച്ചറിഞ്ഞ അറഫ. ആ അറഫയിൽ ഭൂകമ്പം ഉണ്ടാകുമ്പോ ആ ഭൂകമ്പത്തിൽ നിന്നതാ ദാബത്തുൽ പൊട്ടിപ്പുറപ്പെടലായി. ഭൂകമ്പത്തിൽ നിന്ന് വെളിയിലോട്ട് വരുന്നത് ദാബത്തുൽ അർളാണ്. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ, വഅഖ്റജ്നാ ലഹും ദാബതൻ മിനൽ അർളി തുകല്ലിമുഹും അന്നന്നാസ കാനൂ ബിആയാതിനാ ലാ യൂഖിനൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വഅഖ്റജ്നാ ലഹും ദാബതൻ മിനൽ അർളി, ഭൂമിയിലെ ദാബത്തുൽ അർള് പുറപ്പെട്ടു കഴിഞ്ഞാൽ, ഏത് ദാബത്തുൽ അർളാ തുകല്ലിമുഹും, ആ ദാബത്തുൽ അർള് നിങ്ങളോട് സംസാരിക്കും. സഹോദരങ്ങളെ, അറബയിൽ ഭൂകമ്പമുണ്ടായി. ആ ഭൂകമ്പത്തിൽ നിന്ന് ദാബത്തുൽ അർള് പുറപ്പെടലായി. എന്താ ദാബത്തുൽ അർള് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അന്നിഹായത്തു ഫിൽ ഫിത്നി വൽ മലാഹിം എന്ന ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹിയുടെ പ്രബലമായ കിതാബില് അദ്ദേഹം ദാബത്തുൽ അർളിന്റെ ലക്ഷണം പറയുകയാ. റഅ്സു സൗരിന്, അതിന്റെ തല കണ്ടാൽ കാളക്കൂറ്റന്റെ തല പോലെ ഇരിക്കും. ദാബത്തുൽ അർളിന്റെ കണ്ണ് കണ്ടാൽ പന്നിയുടെ കണ്ണ് പോലെയാ. അതിന്റെ ചെവിയാണെങ്കിലോ ആനയുടെ ചെവി പോലെയാ. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുകയാ,